അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടോ? എങ്കിലത് എത്രയും വേഗം പരിഹരിക്കണം കേട്ടോ. അയൽവാസി പൊതുശല്യമാണെന്ന് കണ്ടാൽ ആ നാട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കുന്നതാണ് നല്ലത്. ഇനി അവരെ വെല്ലുവിളിച്ചോ പോലീസിൽ പരാതി കൊടുത്തോ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ വലിയ വില ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടാം. തൃശ്ശൂർ ഒല്ലൂരിലെ സൗമ്യ എന്ന വീട്ടമ്മയുടെ കഥ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവരുടെ സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന തോമസുമായി നിസ്സാര കാര്യത്തിന് തുടങ്ങിയ വഴക്കാണ് പിന്നീട് കേസും പ്രശ്നങ്ങളും ഒടുവിൽ കൊലപാതകത്തിലും കലാശിച്ച കാഴ്ച. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കഴിഞ്ഞ രാത്രിയിലാണ് സൗമ്യയെ അയൽവാസി റോഡിലിട്ട് കുത്തിക്കൊന്നത്. കേസിൽ പ്രതി തോമസിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് 7ഓടെയാണ് ജോലി കഴിഞ്ഞ് വരികയായിരുന്ന യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. മണപ്പുറം ഫിനാൻസിലെ ജീവനക്കാരിയായ സൗമ്യ വീട്ടിലേക്ക് വരുന്നതിനിടെ വഴിയിൽ തടഞ്ഞു നിർത്തി അയൽവാസിയായ തോമസ് കുത്തുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി സൗമ്യയെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതി തോമസ് കിണറ്റിൽ വീണു. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ചീരാച്ചിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രതിയായ തോമസ്. അയൽവാസിയായ തോമസിന്റെ പേരിൽ സൗമ്യ നേരത്തെ പോലീസിൽ പരാതി നൽകുകയും ഇതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അയൽവാസികളായ ഇവർ തമ്മിൽ ഇടയ്ക്കിടെ തർക്കങ്ങളും വഴക്കുമുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുകളുണ്ട്. അതിനിടെയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.